ഇവിടെ പറയുന്ന കഥകൾ സാങ്കല്പികം മാത്രമാണ്. കഥകളെ കഥകളായിട്ട് കാണുവാൻ ആഗ്രഹിക്കുന്നു. കൂളിവാഹയുടെ കഥ. കൂളിവാഹ സ്റ്റോറി. പണ്ടൊരിടത്ത് ദേവന്മാരുടെ വാസസ്ഥലമായ കൈലാസത്തിൽ പാർവതീദേവിക്ക് കൂളിവാഹ എന്നൊരു തോഴിയുണ്ടായിരുന്നു. കൂളിവാഹ വളരെ സ്നേഹമുള്ളവളും ദേവിയുടെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കുന്നവളുമായിരുന്നു. ഒരു ദിവസം പാർവതീദേവി കുളിക്കാൻ പോയപ്പോൾ അവരുടെ പ്രിയപുത്രനായ ഗണപതി ഉറക്കെ കരയാൻ തുടങ്ങി. ഗണപതിക്ക് അമ്മയെ കാണാതെ സങ്കടം വന്നു. ഗണപതിയുടെ കരച്ചിൽ കേട്ട് കൂളിവാഹ ഓടിയെത്തി. അവൾക്ക് ഗണപതിയുടെ സങ്കടം സഹിക്കാനായില്ല. ഉടൻ തന്നെ കൂളിവാഹ ഗണപതിക്ക് സ്നേഹത്തോടെ പാലുകൊടുത്തു. കുളി കഴിഞ്ഞ് തിരിച്ചെത്തിയ പാർവതീദേവി ഇത് കണ്ടു. തന്റെ അനുവാദമില്ലാതെ ഗണപതിക്ക് പാലുകൊടുത്തതിൽ ദേവിക്ക് ദേഷ്യം വന്നു. അവളുടെ മുഖം കോപം കൊണ്ട് ചുവന്നു. അടുത്ത ജന്മത്തിൽ നീ ഒരു ചണ്ടാല സ്ത്രീയായി ജനിക്കട്ടെ. പാർവതീദേവി കൂളിവാഹയെ ശപിച്ചു. ശാപം കേട്ട് കൂളിവാഹ ഭയന്നുപോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. സങ്കടപ്പെട്ട കൂളിവാഹ പാർവതീദേവിയോട് ശാപമോക്ഷം നൽകാൻ അപേക്ഷിച്ചു. ദേവി, എന്നോട് ക്ഷമിക്കണം, അവൾ കരഞ്ഞുകൊണ്ടു പറഞ്ഞു. പാർവതീദേവിക്ക് കൂളിവാഹയോട് ദയ തോന്നി. അടുത്ത ജന്മത്തിൽ നിനക്ക് പരമശിവനിൽ നിന്ന് 390 പുത്രന്മാരുണ്ടാകും. ആ പുത്രന്മാർ ലോകം കീഴടക്കും. ദേവി അനുഗ്രഹിച്ചു. അങ്ങനെ കാലം കടന്നുപോയി. അടുത്ത ജന്മത്തിൽ കൂളിവാഹ ഒരു ചണ്ടാല സ്ത്രീയായി ജനിച്ചു. അവൾ ഒരു സാധാരണ ജീവിതം നയിക്കുകയായിരുന്നു. ഒരു ദിവസം പരമശിവൻ അവളെ കാണാനിടയായി. കൂളിവാഹയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ അദ്ദേഹം അവളെ സമീപിച്ചു. കൂളിവാഹ പാർവതീദേവിയെ പ്രാർത്ഥിച്ചു. തന്റെ രക്ഷയ്ക്കായി ദേവിയോട് അപേക്ഷിച്ചു. പാർവതീദേവി കൂളിവാഹയുടെ പ്രാർത്ഥന കേട്ടു. പാർവതീദേവി കൂളിവാഹയുടെ രൂപമെടുത്ത് പരമശിവനുമായി ചേർന്നു. അങ്ങനെ 390 ശക്തരായ ചാത്തന്മാർ ജനിച്ചു. പാർവതീദേവി ആ ചാത്തന്മാരെ കൂളിവാഹയെ ഏൽപ്പിച്ചിട്ട് കൈലാസത്തിലേക്ക് മടങ്ങിപ്പോയി. കൂളിവാഹ തന്റെ പുത്രന്മാരുമായി സന്തോഷത്തോടെ ജീവിച്ചു. Subscribe for more. Thank you.